Hello all. Today we are going to discuss about the powers of Reserve Bank of India under Banking Regulation Act 1949 regarding licensing of banking companies, maintenance of liquid assets, that is cash reserve ratio and statutory liquidity ratio. So, നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 കീഴിൽ റിസർവ് ബാങ്കിന് ഒരുപാട് പവേഴ്സ് വെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ ഒരുപാട് പവേഴ്സിൽ ബാങ്കിങ് കമ്പനീസിൻ്റെ ലൈസൻസിങ്ങിൻ്റെ കാര്യത്തിലും ലിക്വിഡ് അസറ്റ്സ് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലും എന്തൊക്കെ പവറാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. സോ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്കറിയാം നമ്മുടെ RBI ആണ് നമ്മുടെ എല്ലാ ബാങ്കുകളെയും ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളെയും മോണിറ്റർ ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന, സൂപ്പർവൈസ് ചെയ്യുന്ന എപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ലൈസൻസ് എടുത്താൽ മാത്രമേ നമ്മുടെ ഇന്ത്യയിൽ ഒരു ബാങ്കിങ് കമ്പനി ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ഇനി അതിൻ്റെ സെക്ഷനും കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. ദാറ്റ് ഈസ് Section 22 of Banking Regulation Act 1949 deals with the licensing of banking companies in India. Section 22 ആണ് ബാങ്കിങ് കമ്പനീസിൻ്റെ ലൈസൻസിങ്ങിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത്. For commencing banking business in India, every banking company is required to obtain a license from Reserve Bank of India under the provisions of Section 22 of the Banking Regulation Act 1949. ഈ ഒരു പോയിന്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരം സെക്ഷൻ 22 പ്രൊവിഷൻസ് പ്രകാരം RBIയിൽ നിന്നും നമ്മളൊരു ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഇന്ത്യയിൽ ഒരു ബാങ്കിങ് ബിസിനസ് നമുക്ക് കമൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് ഒരു ബാങ്ക് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ബാങ്കിങ് ബിസിനസ് കമൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു കമ്പനിയും RBIയുടെ കയ്യിൽ നിന്ന് ഒരു ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. ആ ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 സെക്ഷൻ 22 ഉള്ള പ്രൊവിഷൻസ് പ്രകാരമാണ്. ഓക്കെ, യെസ്. Then, no company can carry on banking business in India unless it holds a license issued by the Reserve Bank of India. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരു ലൈസൻസ് ഇഷ്യൂ ചെയ്യാതെ ഒരു കമ്പനിക്കും ബാങ്കിങ് ബിസിനസ് ഇന്ത്യയിൽ കമൻസ് ചെയ്യാൻ, അതായത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു ബാങ്കിങ് ബിസിനസ് കമൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 സെക്ഷൻ 22 പറയുന്ന പ്രൊവിഷൻസ് പ്രകാരം RBIയിൽ നിന്നും ആ ഒരു ബാങ്കിങ് കമ്പനി ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. അങ്ങനെ ഒരു ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്താൽ മാത്രമേ RBIയുടെ കയ്യിൽ നിന്നും അങ്ങനെ ഒരു ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഇന്ത്യയിൽ ഒരു ബാങ്കിങ് ബിസിനസ് കമൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് സെക്ഷൻ 22 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇപ്പം നമ്മൾ പറഞ്ഞു ബാങ്കിങ് കമ്പനി ലൈസൻസ്, ബാങ്കിങ് കമ്പനീസ് ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും RBIയുടെ കയ്യിൽ നിന്ന് ലൈസൻസ് വാങ്ങണമെന്ന്. അങ്ങനെ ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ പോയി പറഞ്ഞാലൊന്നും ലൈസൻസ് കിട്ടില്ല. നമ്മൾ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെക്ഷൻ 22 പെർവ്യൂവിലുള്ള കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷൻസിൽ കുറച്ച് കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ RBIയുടെ കയ്യിൽ നിന്നും അങ്ങനെ ഒരു ലൈസൻസ് കിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ആ കണ്ടീഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. The first condition, before granting any license, the Reserve Bank may have to be satisfied by the inspection of books of the company or otherwise the following conditions are fulfilled. ഇൻസ്പെക്ഷൻ ഓഫ് ദ ബുക്സ് ഓഫ് ദ കമ്പനി എന്നുള്ളൊരു ടേം കാണുമ്പോൾ നമുക്ക് സാധാരണ തോന്നുന്നൊരു ചോദ്യമാണ്, കമ്പനി സ്റ്റാർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ റൺ ചെയ്യാതെ എങ്ങനെയാണ് അവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ബുക്സ് വരുന്നത്? അപ്പോൾ ഈ ലൈസൻസ് കൊടുക്കുന്നതിന് മുന്നേ ബുക്സ് ഇൻസ്പെക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് ചിലപ്പോൾ എല്ലാവർക്കും ഡൗട്ട് വരാം. ഇവിടുത്തെ ബുക്സ് എന്ന് പറയുന്നത് ഒരു കമ്പനി നമ്മൾ രജിസ്റ്റർ ചെയ്യണ നേരത്തെ അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന നേരത്തെ
ഈ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ്, അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമ്മൾ വരും. അതിൻ്റെ കുറച്ച് രജിസ്റ്റർ ബുക്സ് കാര്യങ്ങൾ, അതുപോലെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അങ്ങനത്തെ കുറച്ച് ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതിനെ ഒക്കെ ഇൻസ്പെക്ട് ചെയ്യണമെന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഇൻസ്പെക്ട് ചെയ്തിട്ട് ഈ ഫോളോയിങ് താഴെ പറയുന്ന ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. കണ്ടീഷൻ എന്ന് പറയുന്നത്, ദ കമ്പനി ഈസ് ഓർ വിൽ ബി ഇൻ എ പൊസിഷൻ ടു പേ ഇറ്റ്സ് പ്രസന്റ് ഓർ ഫ്യൂച്ചർ ഡെപ്പോസിറ്റേഴ്സ് ഇൻ ഫുൾ ആസ് ദയർ ക്ലെയിംസ് അക്രൂ. നമുക്കറിയാം, ഒരു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡെപ്പോസിറ്റ്സ് വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ പ്രസന്റിലുള്ള ഡെപ്പോസിറ്റേഴ്സോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഡെപ്പോസിറ്റേഴ്സോ അവരുടെ ക്ലെയിം ചോദിച്ചു വന്നാൽ, അവരവരുടെ ഡെപ്പോസിറ്റ് ക്ലെയിം ചെയ്താൽ, അവരുടെ മണി ക്ലെയിം ചെയ്താൽ അത് കൊടുക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ആ കമ്പനിക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ കമ്പനിക്ക് ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതായത് ദ കമ്പനി വിൽ ബി ഇൻ എ പൊസിഷൻ to pay off its debts അല്ലെങ്കിൽ to pay its present or future depositors in full as their claims accrue. അവരെപ്പോഴും, ഇപ്പം നമുക്കറിയാം ഒരുപാട് തരം ഡെപ്പോസിറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഉണ്ട് നമുക്കറിയാം. അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒഴിച്ച് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ വന്ന് ചോദിക്കുന്ന നേരത്തെ തന്നെ നമ്മൾ ആ ഡെപ്പോസിറ്റ് എടുത്ത് കൊടുക്കണം. അങ്ങനെ എടുത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം റിസർവ്സും ഫിനാൻഷ്യൽ ബാക്കപ്പ് ഒക്കെ ഉള്ള കമ്പനി ആയിരിക്കണം. അപ്പോൾ അത്യാവശ്യം ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ള, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള, ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഉള്ള കമ്പനിയാണോ എന്നുള്ളത് ആദ്യം തന്നെ ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം അവിടെ ലൈസൻസ് കൊടുക്കാനായിട്ടെന്നാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ്, ദി അഫയേഴ്സ് ഓഫ് ദ കമ്പനി ആർ നോട്ട് ബീയിങ് ഓർ ആർ നോട്ട് ലൈക്ലി ടു ബി കണ്ടക്റ്റഡ് ഇൻ എ മാനർ detrimental to the interest of its present or future depositors. Detrimental to the interest of the present or future depositors in the sense that ഇപ്പോൾ നമുക്ക് ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന നേരത്ത് ഡെപ്പോസിറ്റേഴ്സിന് കുറച്ച് എന്താ പറയുക ആവശ്യങ്ങളോ അല്ലെങ്കിൽ അവർക്കൊരു ഒബ്ജക്റ്റീവ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവർ ഡെപ്പോസിറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ആ ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് വിപരീതമായിട്ട് ആവരുത് ആ ബാങ്ക് ഫങ്ഷൻ ചെയ്യേണ്ടത്. ആ പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ വരുന്ന ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അവരുടെ ആവശ്യങ്ങളോ ഒബ്ജക്റ്റീവോ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ കമ്പനിയുടെ അഫയേഴ്സ് ഒക്കെ റൺ ചെയ്യേണ്ടത്. അല്ലാതെ കമ്പനിക്ക് ഇഷ്ടമുള്ള, കമ്പനി ഇൻ ദ സെൻസ് ബാങ്കിങ് കമ്പനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ഫങ്ഷൻ ചെയ്യാനായിട്ട് പാടില്ല. അതായത് ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് ഡിട്രിമെൻ്റൽ ആയിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല, ഓപ്പോസിറ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അവരുടെ ഇൻട്രസ്റ്റും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ആ കമ്പനി ഫങ്ഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത്, ദ കമ്പനി ഷുഡ് നോട്ട് ബി ഇൻ എ പൊസിഷൻ ഓർ ഇൻ എ മാനർ ഡിട്രിമെൻ്റൽ ടു ദി interest of its present or future depositors. Okay, yes. The general character of the proposed management of the company will not be prejudicial to the public interest or interest of its depositors. It means that proposed management എന്ന് പറയുന്ന ആ ഒരു ടേം കണ്ടില്ലേ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കമ്പനി തുടങ്ങിയിട്ടില്ലല്ലോ, കമ്പനി തുടങ്ങുന്നതിന് മുന്നേ നമ്മളൊരു മാനേജ്മെൻറ്റിൽ നമ്മൾ വിചാരിക്കും. അപ്പോൾ ആ പ്രപ്പോസ്ഡ് മാനേജ്മെൻറ്റ് പബ്ലിക് ഇൻട്രസ്റ്റിനും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റേഴ്സിനും എതിരാവാൻ പാടില്ല. നമ്മൾ സോഷ്യൽ കൺട്രോളിലും കഴിഞ്ഞ ക്ലാസ്സിലുമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കുറച്ച് പേർക്ക് എക്സ്പേർട്ട് ആയിരിക്കണം, അവർക്ക് അക്കൗണ്ടിങ്, ഫിനാൻസ്, റൂറൽ മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചർ എന്ന് പറയുന്ന കുറച്ച് ഫീൽഡിൽ നല്ല എക്സ്പെർട്ടൈസ്, നോളേജ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടെ എക്സ്പെർട്ടൈസ്ഡ് നോളേജ് ഉള്ള ആൾക്കാർ മാനേജ്മെൻറ്റിൽ ഉണ്ടാവണം. മാത്രമല്ല, ഇപ്പോൾ ഒരു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റയ്ക്കൊരു നിലനിൽപ്പില്ല. ചിലപ്പോൾ പബ്ലിക് ഫണ്ടിങ് അല്ലെങ്കിൽ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിലോ അങ്ങനെ വലിയ വലിയ ലോങ് ടേം പ്രോജക്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. ബാങ്കിനൊരു ഗോയിങ് കൺസേൺ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ബാങ്ക് ഒരു ഫ്യൂച്ചർ ഡെപ്പോസിറ്റ്സ്, ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് അതിനെ എതിർത്ത് നിൽക്കാനായിട്ട് പാടില്ല. അതായത് അത്രയും വലിയൊരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അത്രയും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് റിട്ടേൺസ് ഒക്കെ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ, അതുകൊണ്ട് അതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം എന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ഒരിക്കലും ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല.
ഒരു എക്സ്പാൻഷൻ, ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത് എന്ന് പറയുന്ന ആസ്പെക്ട്സ് ഒന്നും ആ കമ്പനി കാണാതെ പോകും. ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയുക, ആക്സെപ്റ്റിംഗ് ലെൻഡിങ് എന്നുള്ള ലെവലിൽ നിൽക്കേണ്ടി വരും. അത് ലോങ് ടേമിൽ ആ ഒരു കമ്പനിയുടെ ഒരു എന്താ പറയുക ഗുഡ് വില് മാർക്കറ്റിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു പ്രപ്പോസ്ഡ് മാനേജ്മെൻറ്റ് പബ്ലിക് ഇൻട്രസ്റ്റിന് എതിരായിട്ടോ അല്ലെങ്കിൽ ഈവൻ ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റിന് എതിരായിട്ടോ പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് ആവരുത്. അപ്പോൾ ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ ജനറൽ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കണം എന്നാണ് ഈ പോയിന്റിൽ പറയുന്നത്. കിട്ടിയെന്ന് വിചാരിക്കണം. The company must have an adequate capital structure and earning prospects. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് the company has adequate capital structure and earnings prospects എന്ന് പറയാനുള്ള കാരണം, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കോൺസെപ്റ്റ് ആണ്. അതായത് ദി മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി എന്നുള്ളതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുക. കുറച്ച് ഇക്വിറ്റിയും ഉണ്ടാവണം, അതായത് നമ്മുടെ ഓൺ ഫണ്ടും ഉണ്ടാവണം, കുറച്ച് ഡെപ്റ്റും അതായത് ബോറോഡ് ഫണ്ട്സും ഉണ്ടാവണം. അപ്പം നമ്മുടെ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ബേസിസിലായിരിക്കും ആ കമ്പനിയുടെ ഏർണിങ്സ് എന്ന് പറയുന്നത്. അത് കുറച്ച് വലിയ ടോപ്പിക്കാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ബേസിസിലായിരിക്കും ഒരുവിധം ആ കമ്പനീസിൻ്റെ ഏർണിംഗ് പ്രോസ്പെക്ട്സ് ഉണ്ടാവുക. അപ്പോൾ നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് ചില കമ്പനീസിന് നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇന്നതാണെന്നുള്ളത് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ എവിടെയും ഇല്ല. ഓരോ കമ്പനിക്കും മാച്ച് ചെയ്ത് വരുന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ ഏതാണോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ബിസിനസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ആ ഒരു സ്ട്രക്ചർ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഏർണിങ്സും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആണോ, ആ ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിയുടെ മിക്സ് കറക്റ്റ് ആണോ, ആ മിക്സ് വെച്ചിട്ട് ഇപ്പോൾ ഒരു 50% ഇക്വിറ്റി 50% ഡെറ്റ്, അല്ലെങ്കിൽ ഒരു 70% ഇക്വിറ്റി 30% ഡെറ്റ്, അങ്ങനെ ആ ഒരു എന്താ പറയുക പെർട്ടിക്കുലർ കമ്പനിക്ക് ഏത് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഏത് മിക്സ് ആണോ കറക്റ്റ് ആവുന്നത് ആ മിക്സ് അപ്രോപ്രിയേറ്റ് ആണോ നോക്കിയിട്ട് ആ മിക്സ് വെച്ചാൽ ആ കമ്പനിക്ക് ഏർണിംഗ് പ്രോസ്പെക്ട്സ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കി അതെല്ലാം ഫോർകാസ്റ്റ് ചെയ്തിട്ട് വേണം ലൈസൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് ഈ ഒരു ലാസ്റ്റ് പോയിന്റോടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ഉള്ള കമ്പനി ആയിരിക്കണം. ആ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് വെച്ചിട്ട് നല്ലൊരു ഏർണിങ്സ് കിട്ടാൻ ചാൻസ് ഉള്ള കമ്പനി ആയിരിക്കണം. അതാണ് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ പ്രൊപ്പോസ്ഡ് മാനേജ്മെൻറ്റ് പബ്ലിക് ഇൻട്രസ്റ്റിനും ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനും എതിരായിട്ട് പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റ് ആയിരിക്കരുത്. അതിൻ്റെ ഒരു ജനറൽ ക്യാരക്ടർ വളരെ നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ്, പ്രൊപ്പോസ്ഡ് മാനേജ്മെൻറ്റ് ആയിരിക്കണം. അതുപോലെ കമ്പനീസിൻ്റെ ഒരു അഫയേഴ്സും പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് ഡിട്രിമെൻ്റൽ ആയിരിക്കാൻ പാടില്ല. പിന്നെ പറയുന്നത് ആ കമ്പനിയുടെ പ്രസൻറ്റ് ഡെപ്പോസിറ്റേഴ്സ് ആയാലും ശരി ഫ്യൂച്ചർ ഡെപ്പോസിറ്റേഴ്സ് ആയാലും ശരി അവരവരുടെ മണി ക്ലെയിം ചെയ്താൽ, അവരുടെ അക്കൗണ്ടിലെ മണി ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ അത് കൊടുത്തു തീർക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സൗണ്ട്നെസ്, ഫിനാൻഷ്യൽ പൊസിഷനുള്ള ഒരു കമ്പനി ആയിരിക്കണം. ലൈക്വൈസ് നെക്സ്റ്റ് കണ്ടീഷനാണ് ദ പബ്ലിക് ഇൻട്രസ്റ്റ് വിൽ ബി സെർവ്ഡ് by the grant of a license to the company to carry on banking business in India. അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് സെർവ് ചെയ്താൽ മാത്രമാണ് ആ ഒരു കമ്പനിക്ക് ബാങ്കിങ് കമ്പനിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യാമെന്നുള്ള ലൈസൻസ് നമുക്ക് ഗ്രാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന്. Then, having regard to the banking facilities available in the proposed principal area of operation of the company, the potential scope for expansion for banks already in existence in the area, and other relevant factors should be considered for the grant of the license. അതായത് നമ്മളിപ്പോൾ ഏതാണോ നമ്മുടെ പ്രിൻസിപ്പൽ ഏരിയ ആയിട്ട് നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്, അതായത് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ വെക്കണം അങ്ങനെ നമ്മൾ പറയുമല്ലോ. ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരാണ് നമ്മുടെ പ്രിൻസിപ്പൽ ഏരിയ ആയിട്ട് നമ്മൾ വെക്കുന്നതെന്ന് പറയുന്നത് പോലെ ഏതാണോ നമ്മുടെ പ്രിൻസിപ്പൽ ഏരിയ ആ ഏരിയയിൽ പൊട്ടൻഷ്യൽ സ്കോപ്പ് ഉണ്ടോ, അതായത് എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള സ്കോപ്പ് ഉണ്ടോ, അങ്ങനെ എല്ലാ റെലവൻറ്റ് ഫാക്ടേഴ്സും നോക്കിയതിന് ശേഷമാണ് നമുക്കൊരു ലൈസൻസ് ഗ്രാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അല്ല അതൊരു റൂറൽ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ റൂറൽ എക്സ്പാൻഷൻ, അതായത് റൂറൽ പോപ്പുലേഷന് കുറച്ചും കൂടി റീച്ച് കിട്ടുമോ, അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആവുമോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും നോക്കിയിട്ട് വേണം ഈ ഒരു ലൈസൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ടെന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ
പിന്നെ പറയുന്നത് the fulfillment of any other condition is necessary to ensure that the carrying on of the banking business in India by the company will not be prejudicial to the public interest or the interest of the depositors. നേരത്തെ പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് എന്താ പറയുക സമ്മപ്പ് ചെയ്ത് പറയണം. അതായത് ഈ പറഞ്ഞതെല്ലാം ഫുൾഫിൽമെന്റ്, ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും അവർ ഫുൾഫിൽ ചെയ്തെങ്കിൽ കൂടിയും നമ്മുടെ പബ്ലിക് ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് പ്രജുഡിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ ഡിട്രിമെൻ്റൽ ആയിട്ടോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൂടി നോക്കിയിട്ട് എൻഷുർ ചെയ്തിട്ട് വേണം ആ ഒരു ബാങ്കിങ് കമ്പനിക്ക് നമ്മൾ ലൈസൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനീസിൽ വരുന്നത്. ഇനി നമുക്ക് പവേഴ്സ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമുക്ക് നോക്കാനുള്ളത്. മറ്റേ ഇത്ര നേരം പറഞ്ഞത് പവേഴ്സ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എക്സ്ക്ലൂസീവ്ലി ഓൺ ബാങ്ക് ലൈസൻസിങ് ആണ്. പക്ഷേ ഈ ബാങ്ക് ലൈസൻസിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ജനറൽ പവേഴ്സ് എന്താണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് റിസർവ് ബാങ്കിന് കൊടുത്തിട്ടുള്ളത് എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. ഒരുപാട് പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ബാങ്ക് ലൈസൻസിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ജനറൽ ആയിട്ടുള്ള പവേഴ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തിങ്, ഇൻസ്പെക്ട് ദി ബാങ്ക് ആൻഡ് ഇറ്റ്സ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. ബാങ്കിനെ ഇൻസ്പെക്ട് ചെയ്യുക, അതിൻ്റെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ കറക്റ്റ് അല്ലേ നോക്കുക. എക്സാമിൻ ഓൺ ഓത്ത് എനി ഡയറക്ടർ ഓർ അതർ ഓഫീസർ ഓഫ് ദി ബാങ്ക്. ഓത്തിൻ്റെ നേരത്ത് അവരുടെ ഡയറക്ടറിനെയും ഓഫീസറിനെയൊക്കെ എക്സാമിൻ ചെയ്യുക. അയാൾക്ക് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടോ, ആൾ എക്സ്പെർട്ടൈസ്ഡ് നോളേജ് ഉള്ള ആളാണോ നമുക്ക് നോക്കുക. കോസ് എ സ്ക്രൂട്ടിനി ടു ബി മെയ്ഡ് ഓഫ് ദി അഫയേഴ്സ് ഓഫ് ദി ബാങ്ക്. എന്തൊക്കെയാണ് ആ ബാങ്കിൻ്റെ അഫയേഴ്സ് എന്നുള്ളത് ഒരു സ്ക്രൂട്ടിനി ചെയ്യുക. അതായത് അവർ പറയുന്നത് നമ്മൾ വിശ്വസിച്ചു ശരി, പക്ഷെ എന്നാലും ആ ബാങ്ക് ബാക്കി എന്തൊക്കെയാണ് അതിൻ്റെ അഫയേഴ്സ്, അത് നല്ല രീതിയിൽ പോകുന്നതാണോ, ടാക്സ് കംപ്ലയൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ നോക്കുക. ഗിവ് ഡയറക്ഷൻസ് ടു സെക്യൂർ ദ പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് ദി ബാങ്ക്. ഒരു ബാങ്ക് കറക്റ്റായിട്ട് എന്താ പറയുക മാനേജ്ഡ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് അല്ലെങ്കിൽ ഡയറക്ഷൻസ് ആണ് കൊടുക്കേണ്ടതെന്നുള്ളത് നോക്കുക. അതനുസരിച്ചുള്ള ഗൈഡൻസും ഡയറക്ഷൻസും ഒക്കെ RBI കൊടുക്കും. കോൾ ഫോർ എനി ഇൻഫർമേഷൻ ഓഫ് അക്കൗണ്ട് ഡീറ്റെയിൽസ്. ഇപ്പോൾ അവർ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷൻസ് എന്തെങ്കിലും അറിയണമെന്ന് ബാങ്കിന് തോന്നുകയാണെങ്കിൽ, റിസർവ് ബാങ്കിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഏത് നേരത്ത് എപ്പോൾ വേണമെങ്കിലും അവിടുത്തെ ആൾക്കാരെ, ഈ ബാങ്കിലെ ആൾക്കാരെ വിളിച്ചിട്ട് ഇൻഫർമേഷൻ ചോദിക്കാനുള്ള അവകാശം, ആ ഒരു പവർ ഉണ്ട്. Then determine the policy in relation to advances by the bank. അഡ്വാൻസ് ചെയ്യുന്ന നേരത്ത്, ബാങ്ക് അഡ്വാൻസ് ചെയ്യുന്ന നേരത്ത് എന്തൊക്കെ പോളിസീസ് ആണ് ഉള്ളത്, ആ പോളിസീസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുക, അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക. ദെൻ ഡയറക്ട് സ്പെഷ്യൽ ഓഡിറ്റ് ഓഫ് ദി ബാങ്ക്. സ്പെഷ്യൽ ഓഡിറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഡയറക്ഷൻസ് കൊടുക്കുക. ഡയറക്ട് ദ ബാങ്ക് ടു ഇനീഷ്യേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് ഇൻ റെസ്പെക്ട് ഓഫ് എ ഡിഫോൾട്ട് under the provisions of Insolvency and Bankruptcy Code 2016. ബാങ്ക് ഇൻസോൾവെൻ്റ് ആവാൻ, അതായത് നമ്മൾ അതായത് ശരിക്കും പറയുകയാണെങ്കിൽ പാപ്പരാവുക എന്നൊരവസ്ഥ പറയും. അതായത് തീരെ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലാതെ, ഒന്നുമില്ലാതെ, ഡെപ്സ് ഒന്നും പേ ഓഫ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇൻസോൾവൻസി സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസോൾവൻസി റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുക. അതായത് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും പ്രോസസ്സുകളും ഒക്കെ ബാങ്കിന് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു പവർ കൂടെ RBIക്ക് ഉണ്ട്. അത് ആ ഒരു പ്രൊവിഷൻസ് പറയുന്നത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 സെക്ഷൻ 35 IBIDയിലാണ് അത് പറയുന്നത്. ഇനി ഇപ്പം ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് പവേഴ്സ് ഓഫ് RBI റിഗാർഡിംഗ് ലൈസൻസിങ് ഓഫ് ബാങ്ക്സ് ആൻഡ് ജനറൽ പവേഴ്സ് ഓഫ് RBI റിഗാർഡിംഗ് ലൈസൻസിങ് ഓഫ് ബാങ്ക്സ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ മെയിൻ്റനൻസ് ഓഫ് ലിക്വിഡ് അസറ്റ്സിൻ്റെ കാര്യത്തിൽ എന്ത് പവറാണ് RBIക്ക് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ വിത്ത് എ വ്യൂ മെയിൻ്റനൻസ് ഓഫ് ലിക്വിഡ് അസറ്റ്സ് നമുക്ക് നോക്കാം. വിത്ത് എ വ്യൂ ടു മോണിറ്ററിംഗ് കംപ്ലയൻസ് ഓഫ് മെയിൻ്റനൻസ് ഓഫ് statutory reserve requirements CRR and SLR by the scheduled commercial banks, the Reserve Bank of India has prescribed statutory returns, that is Form A return for CRR under Section 42(2) of the RBI Act 1934 and Form 8 return for SLR under Section 24 of the Banking Regulation Act 1949. ഇപ്പോൾ മെയിൻ്റനൻസ് ഓഫ് ലിക്വിഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ലിക്വിഡായിട്ട് നമ്മുടെ കയ്യിലുള്ളത് രണ്ട് ലിക്വിഡ് അസറ്റ്സ് ആണ് നമ്മൾ ബാങ്ക് എപ്പോഴും വയ്ക്കുക. ഒന്ന് ക്യാഷും ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി അസറ്റ്സും, അതായത് ഫോറിൻ റിസർവ്സ്, പിന്നെന്താണ് ഡോക്യുമെൻറ്റ്, അതായത്
ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒക്കെയാണ് നമ്മൾ വെക്കാറ്, മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്. അപ്പോൾ CRRനെ പറ്റി പറയുന്നത് സെക്ഷൻ 42 ഓഫ് RBI ആക്ട് 1934 ആണ്, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. SLR എന്ന് പറയുന്നത് സെക്ഷൻ 24 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. കിട്ടിയല്ലോ. ഇനി ഫസ്റ്റ് തിങ് ക്യാഷ് റിസർവ് റേഷ്യോ. ക്യാഷ് റിസർവ് റേഷ്യോനെ പറ്റി എന്താ പറയണേന്ന് നോക്കാം. ഇൻ ടേംസ് ഓഫ് സെക്ഷൻ 42(1) ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934, the Reserve Bank, having regard to the needs of securing the monetary stability in the country, prescribes CRR for SCBs without any floor or ceiling rate. അതായത് റിസർവ് ബാങ്ക് ആണല്ലോ നമ്മുടെ മോണിറ്ററി കൺട്രോൾ ചെയ്യുന്നത്. റിസർവ് ബാങ്ക് നമുക്കറിയാം, ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻസിനെ പറ്റിയൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു മോണിറ്ററി സ്റ്റെബിലിറ്റി കൺട്രിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് എല്ലാ ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്ക്സും റിസർവ് ബാങ്കുമായിട്ട് ഒരു ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ക്യാഷ് റിസർവ് റേഷ്യോ. സോ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയാനുള്ള ഒരു പവർ റിസർവ് ബാങ്കിന് ഉണ്ട്. അതായത് എല്ലാ കമേഴ്ഷ്യൽ ബാങ്ക്സും CRR റിസർവ് ബാങ്കുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയാനുള്ള പവർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഉണ്ട്. അങ്ങനെ എല്ലാ ബാങ്കുകളെ കൊണ്ടും ഒരു CRR ക്രിയേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവും റിസർവ് ബാങ്കിന് ഉണ്ട്. നെക്സ്റ്റ് തിങ് ആണ് SLR. SLR means statutory liquidity ratio. Investment in the following instruments which will be referred to as statutory liquidity ratio securities. അതായത് ഈ CRRന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്ക്സും RBI ആയിട്ട് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ കീപ്പ് അപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, അറിയാലോ. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ ക്യാഷ് അല്ലാതെ മറ്റ് സെക്യൂരിറ്റീസൊക്കെയാണ്, സെക്യൂരിറ്റി ഫോറിൻ റിസർവ്സ് ഒക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏതൊക്കെ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി സെക്യൂരിറ്റീസ് ആയിട്ട് പോകാമെന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഒന്ന് ഡേറ്റഡ് സെക്യൂരിറ്റീസ്. ഡേറ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ ഡേറ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുക. മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റീസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് ഇവിടെ ഡേറ്റഡ് സെക്യൂരിറ്റീസ് എന്ന് ഇവിടെ പറയുന്നത്. സെക്കൻഡ് തിങ് ഇസ് ട്രഷറി ബിൽസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ട്രഷറി ബിൽ എന്ന് പറഞ്ഞാൽ ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ട്രഷറി ബിൽസ് ഒരു SLR സെക്യൂരിറ്റിയാണ്. Then dated securities of the Government of India issued from time to time under the Market Borrowing Program and the Market Stabilization Scheme. Market Borrowing Program and Market Stabilization Scheme in the purview വരുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡേറ്റഡ് സെക്യൂരിറ്റീസും SLR സെക്യൂരിറ്റിയാണ്. ദെൻ സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂഡ് ഫ്രം ടൈം ടു ടൈം. ആ ഒരു ലോണിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു SLR സെക്യൂരിറ്റിയാണ്. ദെൻ എനി അതർ ഇൻസ്ട്രുമെൻറ്റ് ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ SLR സെക്യൂരിറ്റി ആണെന്ന് എന്താ പറയുക പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും അത് SLR സെക്യൂരിറ്റിയാണ്. ദെൻ പ്രൊവൈഡഡ് ദാറ്റ് ദ സെക്യൂരിറ്റീസ് referred to above acquired under the Reserve Bank liquidity adjustment facility shall not be treated as an eligible asset for this purpose. LAF അതായത് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി പ്രകാരം നമ്മൾ ഈ റിസർവ് ബാങ്ക് എക്വയർ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുള്ള അത്തരം സെക്യൂരിറ്റീസ് ഈ SLR സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ബാക്കി മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാതും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ സെക്യൂരിറ്റിയാണ്. ഇനി ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള SLR സെക്യൂരിറ്റീസിൽ ഏതെങ്കിലും ലാഫ് എന്ന് പറയുന്ന ആ ഒരു പെർവ്യൂവിൽ വരുന്നതാണ് എന്ന് റിസർവ് ബാങ്ക് പറഞ്ഞാൽ അതൊഴിച്ച് ബാക്കി എല്ലാത്തിലുമാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ബാക്കി എല്ലാ സെക്യൂരിറ്റീസും വെച്ചിട്ടാണ് നമുക്ക് SLR ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സിംപ്ലി മീൻസ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സെക്യൂരിറ്റീസും SLR സെക്യൂരിറ്റീസ് ആണ്. പക്ഷെ റിസർവ് ബാങ്ക് എന്തെങ്കിലും ലാഫ് എന്ന് പറയുന്ന ഒരു അതായത് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റിയിൽ വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് അതിനെ എലിജിബിൾ സെക്യൂരിറ്റിയോ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. എൽസ് നമ്മൾ വേറെ സെക്യൂരിറ്റി നമ്മൾ സെലക്ട് ചെയ്യുക, അത് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, SLR മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. സോ ഇത്രയുമാണ് നമ്മുടെ പവേഴ്സ് ഓഫ് RBI under Banking Regulation Act regarding licensing of banking companies, maintenance of liquid assets എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാവരും ഇത് നന്നായിട്ട് അയച്ചു തരുന്ന PPT നന്നായിട്ട് വായിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. ഓക്കെ, താങ്ക് യു.